എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അതെ, ഞാനേ കൈയിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പിന്നെ അത് വലുതായിട്ട് സംസാരിക്കാത്തതാണ്. ഞാൻ സംസാരിക്കുന്നത് മാത്രമേ സോഷ്യൽ മീഡിയയിൽ വരുള്ളൂ. അപ്പം നമ്മൾ നാടകക്കാരിയായി, ദേശീയ പുരസ്കാരം നേടിയ ആൾക്കാരായി, അങ്ങനെ കുറേ നമുക്ക് കാര്യങ്ങൾ കിട്ടാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താണ് എങ്ങനെയാണെന്നൊന്നും എൻ്റെ കൈയിൻ്റെ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ജോയിൻ്റ് ഇങ്ങനെ ഒരുപാടിട്ട് ഞാൻ ഇളക്കിയത് കൊണ്ട് ഈ സാധനം മസ്റ്റായിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു വർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അർജൻറ്റായിട്ടുള്ള വർക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ദുബായിലേക്ക് പോകേണ്ട ഫോട്ടോ കേട്ടോ. അപ്പോൾ ദുബായിലേക്ക് നേരിട്ട് കൊറിയർ ചെയ്യുമ്പം കൊറിയർ ചാർജ് എക്സ്പെൻസീവ് ആയതുകൊണ്ട് അത് പറ്റാത്തത് കൊണ്ട് ഒരാൾ പോകുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞതാണ്. മെനിയാന്ന് അയക്കാൻ പറഞ്ഞതാണ് എന്നോട്. മെനിയാന്നത്തേക്ക് എൻ്റെ സാഹചര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഞാൻ ഗുരുവായൂർ പോയി. അപ്പോൾ ഇന്ന് ഇത് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പം കൈമലൊക്കെ പെയിൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണുക. ഞാൻ വേറൊരു വർക്കിൻ്റെ ഇതാണ്. നമുക്ക് കൈയൊന്നും വിഷയമല്ല. ആശാനയെ നമുക്ക് കാണാൻ തന്നെയാണ് ആശാനയെ വലുത്. അങ്ങനെയാണ്. അപ്പം ഞാൻ ഏതായാലും ഫോട്ടോ എടുത്തതല്ലേ, നമ്മുടെ ഉപജീവനമാർഗമല്ലേ, ഒരു പ്രൊമോഷൻ വീഡിയോസ് പോലെ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് എനിക്ക് എന്തോർമ്മ വന്ന്, എന്താണെന്നറിയോ? തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലക്കായി ശിവനേ ശിവനേ പ്രിയ ചേച്ചിൻ്റെ ശിവനേ. അതെ, എന്നെക്കുറിച്ച് കളിയാക്കിയിട്ട് ഒരു സ്ത്രീ പാടിയ പാട്ടാണ്. ഞാനൊരു സ്ഥലത്ത് നിന്ന് തുളസി നുള്ളാറുണ്ടായിരുന്നു. ആ തുളസി ഞാൻ നുള്ളിയത് കൊണ്ട് ആ പറമ്പുകാർ ആ പറമ്പേ അങ്ങ് വെട്ടി ക്ലീനാക്കി എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നാര പ്രിയയെ കൊടുത്തത് ഗുരുവായൂർ അമ്പലത്തിലേക്കാണ്. കാരണം അവർ ഫൗണ്ടേഷൻ ഇട്ട് വെച്ചിട്ട് ഏകദേശം 1 വർഷം 2 വർഷത്തിൻ്റെ അടുത്തായിട്ടോ ഫൗണ്ടേഷൻ ഇട്ട് വെച്ചിട്ട്. അപ്പോൾ ഇതുവരെ അവിടെ പണിയൊന്നും നടന്നിട്ടില്ലായിരുന്നു. ഒരു 4-5 പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് തുളസി നുള്ളിയിട്ട് ഗുരുവായൂർ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു പറമ്പ് ഞാൻ തുളസി നുള്ളിയത് കൊണ്ട് ആ പറമ്പിന് വന്ന മാറ്റം ഉണ്ടല്ലോ, അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കൊണ്ടു കൊടുക്കുന്നത് എങ്ങോട്ടാ? ശ്രീ ഗുരുവായൂരപ്പൻ അടുത്തേക്കാണ്. അപ്പോൾ ആ പറമ്പിന് ദോഷമാണല്ലോ വരിക എന്നാണ് ഈ പ്രിയ ചേച്ചി പറഞ്ഞത്. അപ്പോൾ ആ ദോഷമൊന്ന് നമുക്ക് കണ്ടേക്കാമെന്ന് കരുതി ഒന്ന് കാണിച്ചു കൊടുത്തേ മോനെ. ഇതാണ് ആ പറമ്പ്. ഞാൻ തുളസി ഇതുവരെ നുള്ളിക്കൊണ്ടിരുന്ന പറമ്പാണിത്. ഇതിന് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ ബെൽറ്റ് വാർക്കാൻ വേണ്ടിയിട്ടുള്ള പലകയൊക്കെ അടിച്ചിട്ടുണ്ട്. മെറ്റലും ഇതൊക്കെ ഇറക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അവർക്കെന്തോ ലോണ് പാസ്സാവാഞ്ഞിട്ടോ, എന്നോട് വാസുട്ടൻ പറഞ്ഞ ലോണ് പാസ്സാവാഞ്ഞിട്ടാണ് പണി തുടങ്ങാത്തതെന്നായിരുന്നു പറഞ്ഞത്. കുറേ കാലമായി ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു 2 മാസത്തോളമായി ഞാൻ തുളസി സ്ഥിരമായിട്ട് ഇങ്ങനെ നുള്ളിക്കൊണ്ടുപോകണം. അതിന് മുമ്പ് ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ പറമ്പിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ തുളസി ഉണ്ട്, ഇവിടെ അമ്പലത്തിൽ മാല കെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകലാണ് എന്നൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഈ പറമ്പിനൊരു മുന്നോട്ടൊരു നീക്കം ഉണ്ടായിട്ടില്ലായിരുന്നു. ഗുരുവായൂരപ്പനെ ഇവിടുന്ന് തുളസി കൊണ്ടൊക്കെ കൊടുത്തപ്പം പാവം അവരുടെ മനസ്സ് കണ്ടിട്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നമുക്ക് കൊണ്ടു കൊടുക്കാൻ എനിക്കിതേ നേരെ ഓപ്പോസിറ്റ് വീട്ടിലുണ്ട് കേട്ടോ തുളസി. അതും പ്രമോഷനോട് കൂടെയാണ് ഇപ്രാവശ്യം ഞാൻ ഗുരുവായൂർ കണ്ണന് തുളസി കൊണ്ടു കൊടുത്തത്. കാരണം ഇവിടുന്ന് സദാ നാടൻ തുളസിയായിരുന്നു ഞാൻ നുള്ളി കൊണ്ടു കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം കൊണ്ടു കൊടുത്തത് കൃഷ്ണ തുളസി കേട്ടോ. അപ്പോൾ ആ ഒരു പ്രൊമോഷൻ കണ്ണന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്നിട്ട് ഇതേ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഗൈസ് ഒട്ടുക്കമ്മത്തെ കൊതു ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോഴാണ് നമ്മുടെ പ്രിയ ചേച്ചിയുടെ എൻ്റെ പൊന്നേ ആ പാട്ട് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഈ പറമ്പൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാം. ഇപ്പോൾ ആ പറമ്പിൻ്റെ ഓണർ അത് വെട്ടിക്കളഞ്ഞു. ശിവനേ വേണമെങ്കിൽ ആ പാട്ടും കൂടി ഇതിൻ്റെ കൂടെ വെക്കാം കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാനൊരു സുഖം ഉണ്ടാവും. ശിവനേ കേൾക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. ഇന്ന് ഇവിടെ മെറ്റലൊക്കെ ലോറി വന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് ആ പ്രിയേ ദേ അവിടെ കിടക്കുന്ന തുളസി മൊത്തമായിട്ട് പോക്കിയിട്ടില്ല കേട്ടോ. എനിക്ക് ഇനിയും പിന്നെ കൊണ്ടുപോകാനുള്ള അവസരം അവിടെ തന്നെ ഉണ്ട്, കയറുന്ന നടയിൽ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം പിന്നെ ഫോട്ടോയുടെ കാര്യം, ഇതാണ് ഫോട്ടോ. ഓറഞ്ച് എങ്ങനെ നോക്കിയാലും എനിക്ക് ഓറഞ്ച് വായിൽ വരുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ ഓറഞ്ച് കളറാട്ടോ ഞാൻ വർക്ക് ചെയ്ത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. യെല്ലോ ആൻഡ് വയലറ്റ് കളർ കോമ്പിനേഷനിലാണ് ഫോട്ടോ ചെയ്തിരിക്കുന്നത്.
അപ്പം ഇതിൻ്റെ സൈസ് വരുന്നത് 15 ഇഞ്ച് വീതിയും 22 ഇഞ്ച് നീളവുമാണ്. പ്രൈസ് വരുന്നത് 5000 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ വാട്സപ്പ് നമ്പർ ഏതായാലും വെക്കുന്നില്ല. എൻ്റെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഏതെങ്കിലും ഷോർട്സിലോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എൻ്റെ വാട്സപ്പ് നമ്പർ കിട്ടും. അതിലൊന്ന് ഓർഡർ ചെയ്താൽ മതി. പൊന്നാര ഗൈസ്, സമയം ഒത്തിരി ലേറ്റായി. ഞാൻ എൻ്റെ മകൻ്റെ കൂടെ പറഞ്ഞ് മകൻ്റെ കയ്യിൽ കൊടുത്ത് വിടാമെന്ന് കരുതിയതായിരുന്നു. അപ്പോഴാണ് കാർബോർഡ് DTDCയിൽ ഇല്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ കാർബോർഡും കൊണ്ട് അവന് പോകുമ്പോൾ കുറച്ച് റിസ്ക് ആയിരിക്കും വാഹനത്തിൽ കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ വണ്ടി ഓടിക്കാൻ പോവാ. ജയ് മറ്റേ ആരെ വിളിക്കണം, ഏത് പാർട്ടിനെ വിളിക്കണം എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ ആ പാർട്ടിനെ ഞാൻ വിളിക്കാൻ പോകുന്നില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാനിത് വേഗം കൊണ്ടു കൊടുത്താൾട്ടെ, ഇന്ന് തന്നെ കയറി പോകേണ്ട സാധനമാണ്. ഞാൻ മോൻ വന്നിട്ട് കൊണ്ടു കൊടുക്കല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ നിന്നതാണ്. പക്ഷേ കാർബോർഡിൻ്റെ ഒറ്റ ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് മോനെ കൊണ്ട് കൊണ്ടുപോയിപ്പിക്കാതെ എന്നെ കൊണ്ട് കൊണ്ടുപോകാൻ. ഇങ്ങോട്ടോ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ കൊണ്ടുപോകണം. ഇങ്ങോട്ട് നമ്മളെ ഏൽപ്പിച്ച സാധനമാണോ മോനെ? അല്ല തോന്നില്ല, നമ്മൾ ലൊക്കേഷൻ കറക്റ്റായിട്ട് എത്തിക്കില്ലേ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. ഞാനപ്പോൾ ഇതൊന്ന് വേഗം കൊണ്ടുവച്ച് കൊറിയർ ചെയ്യാൻ കൊടുക്കട്ടെ. ഞാൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. എന്തരോ ആവോ ഈ കൈ വെച്ച് വണ്ടി ഓടിച്ച് എന്ന് പറഞ്ഞിട്ട് ഇനി ആരും പോയിട്ട് MVDക്ക് പരാതി കൊടുക്കണ്ട. MVD അതൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല. കാരണം വണ്ടി നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പരാതി കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ വണ്ടി ഓടിക്കുന്നത്, ഞാൻ തലകുത്തനെ നിന്ന് വണ്ടി ഓടിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് പരാതി കൊടുത്തിട്ട് കാര്യമില്ല. വണ്ടിയുടെ നമ്പർ നിർബന്ധമായിട്ട് വേണം കേട്ടോ. അത് അറിയാത്ത ആൾക്കാർക്കും കൂടി ഒന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വേഗം ഇതൊന്നും കൊണ്ടുകൊടുത്തോട്ടെ. ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. അതെ, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ആ വീഡിയോൻ്റെ കൂടെ നമ്മുടെ പാട്ടും കൂടി ഒന്ന് വെക്കാന്ന്. ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല ഗൈസ്. അപ്പം പാട്ടൊന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. തുളസി കതിർന്നുള്ളാൻ പോയി, പറമ്പിൻ്റെ ഉടമസ്ഥൻ അത് വെട്ടിക്കളഞ്ഞു. ഒത്തില്ല ശിവനേ ഭയങ്കര ഭക്തിക്കാരിയാ. ഇത് ഇവക്ക് നേരെ ഫേസ് കാണിച്ച് പാടാനുള്ള ഗഡ്സ് ഉണ്ടെങ്കിൽ നിനക്ക് നല്ലൊരു ഓസ്കാർ ഞാൻ മേടിച്ചു തരുവടേ. അപ്പോൾ ഇപ്പം കണ്ടല്ലോ ജസ്ന തുളസി കതിര് നുള്ളിയ പറമ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ദാണ്ടേ ജസ്ന സലീം. മനസ്സിലായോ?